നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ സർക്കാരിൻ്റെ 2.5 വർഷം പൂർത്തിയാക്കുമ്പോൾ ഈ ചെറു ഘടകകക്ഷികളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി പുതിയ കക്ഷികളിൽ നിന്ന് 2 മന്ത്രിമാർ വരികയാണ്. അതിലൊരാളാണ് KB ഗണേഷ് കുമാർ, പത്തനാപുരം MLA. കഴിഞ്ഞ 5 തവണയായിട്ട് ജയിച്ചു വരികയാണ് അദ്ദേഹം പത്തനാപുരത്തിൽ നിന്ന്. അങ്ങനെ 5 തവണയായിട്ട് ജയിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ആ മണ്ഡലത്തിലുള്ള ജനപ്രീതി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മിക്കവാറും നമ്മുടെ നിയുക്ത മന്ത്രി KB ഗണേഷ് കുമാറിന് കിട്ടാൻ പോകുന്ന വകുപ്പ് KSRTC തന്നെയാണ്. നമ്മുടെ ആൻ്റണി രാജു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വകുപ്പ് തന്നെ. ആൻ്റണി രാജു ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്നാണ് വന്നത്. അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചതാണ്. ആകെ ഒരു MLA ഉള്ളൂ. അദ്ദേഹം മന്ത്രിയായി ഇനിയിപ്പോൾ ഉള്ള 2.5 വർഷക്കാലം MLA ആയിട്ട് ഇരിക്കാം. ഇനി ഒരിക്കലും അധികാരത്തിൽ വരാനും പോകുന്നില്ല. ഏതായാലും KSRTCയെ ഈ മുടിച്ച് തേച്ച് കഴുകി കുളം തോണ്ടി ഇറങ്ങുമ്പോൾ അവിടെ KB ഗണേഷ് കുമാറാണ് വരുന്നത്. ഗണേഷ് കുമാർ വരുമ്പോൾ ജീവനക്കാർക്കൊക്കെ ഒരുപാട് പ്രതീക്ഷയുണ്ട് കേട്ടോ. KSRTCയിൽ യൂണിയനുകൾ ഭരിക്കില്ലെന്നും കോർപ്പറേഷനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുമെന്നുമാണ് ഗണേഷ് കുമാർ പറയുന്നത്. സാമ്പത്തിക ചോർച്ചകൾ അടയ്ക്കാനും ദുർച്ചെലവുകൾ അവസാനിപ്പിക്കാനും ശ്രമം നടത്തും. യൂണിയനുകളാണ് KSRTCയിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അവർക്ക് നേരെ ഒരു വെല്ലുവിളിയുമായിട്ടാണ് ഗണേഷ് കുമാർ വരുന്നത്. തൊഴിലാളികളുടെ ക്ഷേമം താൻ ഉറപ്പാക്കും. തൊഴിലാളികൾ ജോലി ചെയ്യും, ഭരണം MD നോക്കും. അതാണ് കറക്റ്റ്. തൊഴിലാളി വിഷയങ്ങളിൽ സ്നേഹത്തോടെ ഇടപെടൽ ഉണ്ടാകുമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി. തൊഴിലാളി യൂണിയനുകൾ ഇനി ഭരിക്കില്ല, അത് നല്ലത് തന്നെയാണ്. ഇത് KSRTC ഇവിടെ തുടങ്ങണം, മാതൃകയാക്കണം. ഇതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നമ്മുടെ KSEBയിലുണ്ടല്ലോ കുറേ തൊഴിലാളി യൂണിയനുകൾ തിന്നു കൊഴുത്ത് അറുമാദിച്ച് നടക്കുന്ന കുറേ അമ്പലക്കാളകളാണ് ആ KSEBക്കകത്തുള്ളത്. അവരാണ് ഈ KSEB മുടിച്ച് തേച്ച് കഴുകുന്നത്. ജനത്തിൻ്റെ മുമ്പിൽ എന്താണ്, അവരെ മുഴുവൻ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അവരെ അറുമാദിക്കാൻ വിടാതെ ഇവന്മാരെയൊക്കെ തന്നെ പുറത്തിറക്കണം. അത്തരത്തിലുള്ള തൊഴിലാളി യൂണിയനുകൾ ഭരിക്കില്ല എന്ന് ഉറപ്പുവരുത്തണം. ജനാധിപത്യപരമായ രീതിയിലേ പോവുകയുള്ളൂ എന്നുറപ്പാക്കണം. സാമ്പത്തിക അച്ചടക്കമുണ്ടായാൽ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകും. ഹൈക്കോടതി ഇടപെടലിൽ ചില കാര്യങ്ങൾ ന്യായമാണ്, എന്നാൽ മറ്റു ചിലത് ന്യായമല്ല. KSRTCയിൽ ആധുനികവൽക്കരണം നടപ്പാക്കുമെന്നും കഴിവതും ജോലികൾ കമ്പ്യൂട്ടർ വഴിയാക്കുമെന്നും ഗണേഷ് കുമാർ പറയുന്നുണ്ട്. ജനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഗതാഗത മന്ത്രി സ്ഥാനത്ത് നിന്നും ആൻ്റണി രാജു രാജിവെച്ചത്. എന്തിനു വേണ്ടി നന്ദി പറഞ്ഞത്? മുടിച്ച് തേച്ച് കഴുകിയതിനോ? KSRTCയിൽ ഇപ്പോൾ 1 രൂപ പോലും കുടിശ്ശികയില്ല. ഇന്നലെ വരെയുള്ള മുഴുവൻ ശമ്പളവും ജീവനക്കാർക്ക് നൽകിയാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇറങ്ങുന്നതെന്ന് ആ പുങ്കവൻ പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് ആർക്കറിയാം? അതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നാണ് ആൻ്റണി രാജു പറയുന്നത്. ഇനിയിപ്പോൾ പഴയ വക്കീൽ പണി തുടങ്ങാം. നവകേരള സദസ് നടക്കുന്നത് കൊണ്ടാകണം മന്ത്രിസ്ഥാനത്ത് തുടരാൻ മുഖ്യമന്ത്രി LDF ആവശ്യപ്പെടുകയായിരുന്നെന്ന് ആൻ്റണി രാജു പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ആൻ്റണി രാജുവിൻ്റെ ഈ പ്രതികരണം. MLA എന്ന നിലയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരമാണ് ഇനി മുന്നിലുള്ളത്. അത് നല്ലതാണ്. കാരണം ഇനിയും 2.5 വർഷമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇനിയും ജീവിതത്തിൽ അദ്ദേഹം MLA ആകത്തില്ല. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകത്തില്ല. അതിനെ കുഴിച്ചു മൂടും. കഴിഞ്ഞ 2.5 വർഷക്കാലം നൽകിയ പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്ന്. ഇന്നലെ വരെയുള്ള മുഴുവൻ ശമ്പളവും ജീവനക്കാർക്ക് നൽകി. അതിൽ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ആൻ്റണി രാജു ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ ഏതായാലും KSRTC ഒന്ന് നന്നാകും എന്ന് നമുക്ക് കരുതാം.